നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഇനി ഏതെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരുമായിരിക്കും. ചേച്ചിക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? ചേച്ചിക്ക് ആഗ്രഹമില്ല, ചേട്ടനാണ് ആഗ്രഹം. അപ്പോൾ നടക്കട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഒരു ചർച്ചയായി മാറിയ വിഷയമാണ് അഖിൽ NRD വിഷയം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ അഖിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവളെ ഒന്നും പറയരുത്, പോയത് പോയി, സംഭവം അത്രേ ഉള്ളൂ. അതായത് ഈ പറയുന്ന രീതിയിൽ അഖിലിന്റെ നല്ല മനസ്സെന്ന് തന്നെ എടുത്തു പറയണം. കാരണം പോയത് പോയി, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതം മുന്നോട്ട് പോകണം. പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അത് മറ്റൊരു സത്യമായിട്ടുള്ളൊരു കാര്യം. പോയ ആളെ കുറ്റം പറയുന്നില്ല അഖിൽ എന്നുള്ളതും എടുത്തു കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് ചുറ്റും പലതരത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ വിഷയം വലിയ തോതിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. അതോടൊപ്പം തന്നെ അഖിലിന്റെ ഒളിച്ചോടിപ്പോയ ഭാര്യയ്ക്ക് വമ്പൻ നെഗറ്റീവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും പറയുന്ന ഓരോ കാര്യങ്ങൾ. എന്തായാലും ഇതിനൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പ്രതികരണം എന്തായാലും ഇതിനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് പറയുന്നത് അത്രത്തോളം നെഗറ്റീവാണ് അഖിലിന്റെ ഭാര്യ കൊണ്ടുപോയ വ്യക്തിക്കും അതോടൊപ്പം തന്നെ കൂടെ പോയ ഭാര്യയ്ക്കും ഉണ്ടായിരിക്കുന്നത് എന്ന സംശയമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മേഘയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉറപ്പായിട്ടും വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇനി അവരുടെ വശം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ പറയുന്ന രീതിയിൽ അഖിലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. എന്ത് തന്നെയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിൽ ഇനി ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നാലും ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ചെറ്റത്തരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന രീതിയിൽ അവനോടൊപ്പം ജീവിക്കാനായിട്ട് വയ്യ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാന്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഡിവോഴ്സ് വാങ്ങിയിട്ട് പോവാം, ആരോടൊപ്പം വേണമെങ്കിലും പോവാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരുത്തനെ എല്ലാ രീതിയിലും മണ്ടനാക്കിക്കൊണ്ട് വേറൊരുത്തിന്റെ കൂടെ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ അനുഭവിക്കുന്ന വ്യക്തിക്ക് എന്തായിരിക്കും? എന്നിട്ട് പോലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അവളെ ഒന്നും പറയരുത്, പോയത് പോയി എന്നുള്ള തരത്തിൽ അഖിലിന്റെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ആ ഒരു തരത്തിൽ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ അവൾക്ക് അതിനുള്ള മനസ്സുണ്ടായില്ല, അതുകൊണ്ട് അവൾ പോയി എന്നുള്ള തരത്തിലായി ഇപ്പോൾ കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഒരു പ്രതികരണം എന്തായാലും ഈ പറയുന്ന രീതിയിൽ മേഘയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലൊക്കെ തന്നെ ചർച്ചയായി മാറി പുള്ളിക്കാരത്തേക്ക് തന്നെ നല്ലൊരു നെഗറ്റീവ് ആവുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രതികരണം ഈ പറയുന്ന രീതിയിൽ ആ പുള്ളിക്കാരത്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് ഇനി പുള്ളിക്കാരത്തിയെ ന്യായീകരിച്ചുകൊണ്ടാണോ ഇനി അഖിലിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും അത് ചിലപ്പോൾ താമസിയാതെ തന്നെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ന്യായീകരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ അഖിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യവും വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പോയത് പോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ പറഞ്ഞിട്ടോ യാതൊരുവിധ കാര്യവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഇതുപോലുള്ള ആൾക്കാർ കൂടെ ഉണ്ടാവുന്നതിനേക്കാട്ടിലും നേരത്തെ തന്നെ പോയത് തന്നെയാണ് നല്ലതെന്ന് വേണം ചിന്തിക്കാനായിട്ട്. കാരണം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഈ ഒരു ഗതി തന്നെ വന്നെന്ന് വരും. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വന്നാലും ഈ പറയുന്ന ആൾ ഇനി എന്തൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വന്നാലും ഈ വ്യക്തിയോട് കാണിച്ച ആ ഒരു കാര്യം പരമ ചെറ്റത്തരമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു മാന്യമായിട്ടുള്ളൊരു രീതി, ആ ഒരു രീതിയിലുള്ള ഡിവോഴ്സ് വാങ്ങിയിട്ട് സ്വസ്ഥമായിട്ട് പിരിയാമായിരുന്നു രണ്ട് കൂട്ടർക്കും ആ ഒരു രീതി. ഇത്രത്തോളം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാവരെയും അറിയിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവൻ എന്താണെന്നുള്ളതും അവന് ആ ഒരു തരത്തിൽ അവനെ അറിയാവുന്നവർ എത്ര പേരുണ്ടെന്നും ഒക്കെ തന്നെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നല്ലോ ഈ പറയുന്ന അവന്റെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ ഈ ഒരു രീതി കാണിച്ചത് തീർച്ചയായിട്ടും ചെറ്റത്തരം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇനിയിപ്പോൾ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അപ്പോൾ നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്.